ഐ എം ജിഷ്ണു. വിജയ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് കേരള വുമൺ ലീഡേഴ്സ് എന്നൊരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2018 PSC 20ഓളം തവണ ചോദിച്ച ആളാണ് അക്കാമ ചെറിയാൻ. അതുകൊണ്ട് തന്നെ ഇനി അത് കരുതിയിരിക്കണം, ഇനിയുള്ള എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് അക്കാമ ചെറിയാൻ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തിലൂടെ പോയി നോക്കാം. അക്കാമ ചെറിയാൻ ജനിച്ച വർഷം 1909 അക്കാമ ചെറിയാൻ ജനിച്ച വർഷം 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനനം. എന്നാണ് ജനനം? 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനനം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. എന്താണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. എന്താണ്? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഝാൻസി റാണി എന്നും അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നു. എന്താണ്? കേരളത്തിലെ ഝാൻസി റാണി എന്നും അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻപ് PSC എക്സാമുകളിൽ കേരളത്തിലെ ഝാൻസി റാണി എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് ആനി മസ്ക്രീൻ ആയിരുന്നു. പക്ഷേ നിലവിൽ PSCയുടെ ആൻസർ അക്കാമ ചെറിയാനാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ഝാൻസി റാണിയും കേരളത്തിന്റെ ഝാൻസി റാണിയും അക്കാമ ചെറിയാൻ തന്നെയാണ്. അടുത്ത പോയിന്റിലോട്ട് നോക്കാം. കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നും അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നും അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നുണ്ട്. അവരുടെ ഭർത്താവിന്റെ പേരാണ് VV വർക്കി. ഇത് PSC 2ഓളം തവണ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവിന്റെ പേരാണ് VV വർക്കി. അങ്ങനെയാണെങ്കിൽ പിന്നീട് അക്കാമ വർക്കി എന്ന പേരിലാണ് അക്കാമ ചെറിയാൻ അറിയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ 1938 രാജധാനി മാർച്ച് നയിച്ചു. 1938 രാജധാനി മാർച്ച് നയിച്ചു. എവിടെ നിന്ന് എവിടം വരെയാണ് നയിച്ചത്? തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിലേക്ക്. അപ്പൊ 1938 രാജധാനി മാർച്ച് നയിച്ചു. എവിടെ നിന്ന് എവിടം വരെ? തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരം വരെ. എന്താണ് രാജധാനി മാർച്ച്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സർ CP രാമസ്വാമി അയ്യർ, അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടത്തിയ മാർച്ചാണ് രാജധാനി മാർച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ PSC പല രീതിയിൽ ചോദിക്കാറുണ്ട്. സർ CP രാമസ്വാമി അയ്യർക്കെതിരെ സമരം നടത്തിയ വനിതാ നേതാവാണ് ആര്? അക്കാമ ചെറിയാൻ. എന്താണ്? സർ CP രാമസ്വാമി അയ്യർക്കെതിരെ സമരം നടത്തിയ വനിതാ നേതാവാണ് അക്കാമ ചെറിയാൻ. അങ്ങനെയാണെങ്കിൽ ശ്രീ ചിത്തിര തിരുനാളിന്റെ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ച് നയിച്ച വനിതാ നേതാവാണ് അക്കാമ ചെറിയാൻ. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. അങ്ങനെയാണെങ്കിൽ ശ്രീ ചിത്തിര തിരുനാളിന്റെ കൊട്ടാരത്തിലേക്കും രാജധാനി മാർച്ച് നയിച്ച നേതാവാണ് അക്കാമ ചെറിയാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാം. രാജധാനി മാർച്ചുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ട് ദേശസേവിക സംഘം രൂപീകരിച്ചു. എന്താണ്? രാജധാനി മാർച്ചുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ട് ദേശസേവിക സംഘം രൂപീകരിച്ചു. അങ്ങനെയാണെങ്കിൽ അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്, PSC ചോദിക്കാറുണ്ട്, അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അങ്ങനെയാണെങ്കിൽ അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒന്നുകൂടി നോക്കാം. അക്കാമ ചെറിയാൻ ജനിച്ച വർഷം 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനനം. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നു. വിശേഷിപ്പിച്ചതാരാ? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുൻപ് PSC എക്സാമുകളിൽ കൊടുത്തിരുന്നത് എന്തായിരുന്നു? ആനി മസ്ക്രീൻ ആയിരുന്നു. നിലവിൽ PSCയുടെ ആൻസർ കേരളത്തിലെ ഝാൻസി റാണി ചോദിച്ചാലും തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ചോദിച്ചാലും അക്കാമ ചെറിയാനാണ്. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ പേരാണ് VV വർക്കി. എന്താണ് ഭർത്താവിന്റെ പേര്? VV വർക്കി. അപ്പൊ 1938 രാജധാനി മാർച്ച് നയിച്ചു. എവിടെ നിന്ന് എവിടം വരെ ആയിരുന്നു? തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തേക്ക് രാജധാനി മാർച്ച് നയിച്ച വനിതാ നേതാവാണ് അക്കാമ ചെറിയാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. സർ CP രാമസ്വാമി അയ്യർക്കെതിരെ സമരം നടത്തിയ വനിതാ നേതാവാണ് അക്കാമ ചെറിയാൻ. അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്കെതിരെ സമരം നടത്തിയ വനിതാ നേതാവാണ് അക്കാമ ചെറിയാൻ. അടുത്ത ഭാഗം നോക്കാം. ശ്രീ ചിത്തിര തിരുനാളിന്റെ, അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാളിന്റെ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ച് നയിച്ച വനിതാ നേതാവ് കൂടിയാണ്
അക്കാമ ചെറിയാൻ. അടുത്ത പോയിന്റ് നോക്കാം. രാജധാനി മാർച്ചുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ട് സ്ഥാപിച്ചു ദേശസേവിക സംഘം സ്ഥാപിച്ചു. അടുത്ത പോയിന്റ് നോക്കാം. അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. അങ്ങനെയാണെങ്കിൽ ആത്മകഥയാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അപ്പോൾ ഞാനിന്ന് പഠിപ്പിച്ച വനിതാ നേതാവായ അക്കാമ ചെറിയനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്